പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ആശംസകൾ. നിങ്ങൾ യേശുവിനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിനെ കാണണം, യേശുവിനെ ദർശിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ദൈവദർശനം എന്നു പറഞ്ഞ് എല്ലാവരും ചെന്ന് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശില്പങ്ങളെയും സ്ഥലങ്ങളെയും കണ്ട് ഞാൻ ദൈവദർശനം ചെയ്തു, ഞാൻ ദൈവത്തെ കണ്ടിട്ട് വന്നു എന്ന് പറയുന്ന ജനങ്ങളെ നാം കണ്ടിരിക്കുന്നു. അല്ലേ? ശരിയല്ലേ? അതായത് യേശുക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കി വെച്ച് അതുപോയി കണ്ടിട്ട് ഞാൻ യേശുവിനെ കണ്ടു എന്ന് പറയുന്നത് പോലെ ചില ക്രിസ്ത്യാനികളും അങ്ങനെയാണുള്ളത്. ഞാൻ പോയി ദർശിച്ചു വന്നു എന്ന് പറയും. അത് യഥാർത്ഥ ദർശനമാണോ? അത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു വസ്തു, മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പ്രതിമ, അതുപോയി കാണുന്നത് യേശുവിനെ ദർശിക്കലല്ല. അതായത് ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ സത്യമായി ആത്മാവോടെ ആരാധിക്കുമ്പോഴേ നമ്മുടെ ആത്മീക നേത്രങ്ങൾ കൊണ്ട് യേശുവിനെ ദർശിക്കാൻ സാധിക്കൂ. അപ്പോൾ ആരെയാണ് ദർശിക്കാനാവുക എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധിയുള്ളതായിരിക്കണം. ഹൃദയത്തിൽ കോപമുണ്ട്, ഗർവമുണ്ട്, അസൂയയുണ്ട്, നീരസമുണ്ട്, ഇച്ഛകളുണ്ട്, ഒളികണ്ണുണ്ട്, പരദൂഷണമുണ്ട്. ഇത്രയും പാപങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ ദർശിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് മനുഷ്യർ തങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വയം ഒരു കാര്യം ചെയ്തു വെച്ച് ഇതാണ് ദൈവം, അതിനെ പോയി കണ്ട് നമസ്കരിച്ചു വന്ന് തന്നെത്താൻ ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞ് തന്നെത്താൻ തൃപ്തിപ്പെടുത്തുന്നു. പക്ഷേ അത് ശരിയല്ല. ദൈവത്തെ ഒരു പ്രാവശ്യം ദർശിച്ചാൽ അവരുടെ ജീവിതം തലകീഴായി മാറുമല്ലോ. അതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ ദൈവദർശനം ചെയ്യുന്നവര് കൈക്കൂലി വാങ്ങുന്നുണ്ടല്ലോ, അന്യായം ചെയ്യുന്നുണ്ടല്ലോ, മറ്റൊരാളുടെ കുടുംബത്തെ വഞ്ചിക്കുന്നുണ്ടല്ലോ, ഭാര്യയെ ദ്രോഹിക്കുന്നുണ്ടല്ലോ, എല്ലാ പാപങ്ങളും ചെയ്യുന്നില്ലേ? മായം ചേർക്കുന്നു, കള്ളത്തരം ചെയ്യുന്നു, മോഷ്ടിക്കുന്നു. എനിക്ക് ഭക്തിയുണ്ട്, ഞാൻ ദൈവത്തെ ദർശിച്ചിട്ട് വന്നു, അവിടെ പോയി ഇവിടെ പോയി എന്ന് പണം ചിലവാക്കുന്നു. എന്നാൽ അത് യഥാർത്ഥ ദൈവദർശനമായിരിക്കുമോ? ഒന്നാലോചിച്ചു നോക്കൂ. അല്ല. ദൈവരൂപത്തെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ദൈവത്തെ ചെന്ന് കണ്ടു എന്ന് പറയാൻ പാടില്ല. ദൈവത്തെ നമുക്ക് ആത്മാവിലാണ് ദർശിക്കാനാവുക. ആത്മീക നേത്രങ്ങളാലേ ദൈവത്തെ കാണാനാകൂ. കാരണം അവൻ ആത്മാവാകുന്ന ദൈവമാകുന്നു. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതം ശരിയായിരിക്കണം. ആത്മീക കണ്ണുകൾ തുറക്കണം. ജഡീക കണ്ണുകൾ കൊണ്ട് കാണാനാവില്ല. ആത്മീക കണ്ണുകൊണ്ടേ ദൈവത്തെ ദർശിക്കാനാവൂ. അതിന് കർത്താവായ യേശു പറയുന്നു, മത്തായി 5:8 ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. യേശു പറയുന്നു, നിങ്ങൾ ദൈവത്തെ കാണണം എങ്കിൽ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. അതിൽ പാപവും മാലിന്യവും അടിഞ്ഞു കിടക്കുന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ ദർശിക്കാൻ സാധിക്കുക? ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. അങ്ങനെ നോക്കിയാൽ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല. എല്ലാവരുടെയും ഉള്ളിൽ പാപമുണ്ട്, അത് സത്യമാണ്. പക്ഷേ നാം ദൈവത്തെ കാണണം, യേശുവിനെ ദർശിക്കണമെന്നാഗ്രഹിച്ചാൽ യേശു പറയുന്നു, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. യേശു തന്നെ നമ്മെ വിശുദ്ധീകരിച്ച് നമ്മെ തയ്യാറാക്കി ദൈവത്തെ ദർശിക്കാനുള്ള ആത്മീക നേത്രങ്ങൾ നമുക്ക് തരും. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്കറിയാൻ സാധിക്കും. ആത്മാവിൽ ദൈവത്തെ ദർശിക്കാനാകും. ദൈവം നമ്മോട് സംസാരിക്കുന്ന ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുവാൻ സാധിക്കും. അപ്പോൾ അവരോടൊത്ത് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായാലേ ദൈവത്തെ ദർശിക്കാനാകൂ. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കുവാനായിട്ടാണ് യേശു കുരിശിൽ തന്റെ രക്തം ചിന്തിയത്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. ഹൃദയത്തെ കഴുകി ശുദ്ധമാക്കാൻ എന്തെങ്കിലും സോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പൗഡറോ ലിക്വിഡോ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിന്റെ രക്തം ശുദ്ധീകരിക്കും. അപ്പോൾ യേശുവിന്റെ അടുത്ത് ചെന്ന്, യേശുവേ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഞാൻ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മെ മുഴുവനായി സമർപ്പിക്കുമ്പോൾ ദൈവം തന്നെ നമ്മെ ശുദ്ധീകരിച്ച് ഹൃദയത്തെ നിർമ്മലമാക്കി തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങൾ ദർശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തലകീഴായി മാറും. അതാണ് ദൈവദർശനമെന്ന് പറയുന്നത്. യേശു പറഞ്ഞു, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർക്കേ ദൈവത്തെ ദർശിക്കാനാവൂ. അപ്പോൾ നിങ്ങളെ അതിനായി ഏൽപ്പിച്ചാൽ നിങ്ങൾക്കും യേശുവിനെ ദർശിക്കാനാവും, അവന്റെ സ്വരം കേൾക്കാനാകും. നിങ്ങൾ വിശ്വസിക്കൂ. ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, ഞാൻ അങ്ങയെ ദർശിക്കുവാനായി എന്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കണമേ, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ.
അങ്ങയെ ദർശിക്കുവാനും അങ്ങയുടെ സ്വരം കേൾക്കാനും കൃപ തരയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ